ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകൾക്ക് ഇടയിലെ ഡേറ്റ പാക്കറ്റ്സിൻ്റെ ട്രാൻസ്മിഷൻ, അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് റൂൾസ്, അത് ഗവേൺ ചെയ്യാനുള്ള സെറ്റ് ഓഫ് റൂൾസ്, അതിനെയാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ IP എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഓപ്പറേറ്റ്സ് ഓൺ ലെയർ 3 of OSI model. Layer 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ ലെയർ? നെറ്റ്വർക്ക് ലെയർ. ഓക്കെ. ആൻഡ് ഓൾസോ പ്ലീസ് ടു റിമെമ്പർ ദാറ്റ് IP ഈസ് കണക്ഷൻലെസ് ഇൻ നേച്ചർ. ഇതിൻ്റെ കോർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ IP അഡ്രസ് അനുസരിച്ച് പാക്കറ്റ്സ് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഗൂഗിളിനകത്ത് എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ചിലപ്പോൾ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. സിംപ്ലി നമുക്ക് എന്ത് ചെയ്യും? ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറേ സെർച്ച് റിസൾട്ട്സിൽ google.com എന്നുള്ളതും വരുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇതാണ് നമ്മുടെ ഹോം നെറ്റ്വർക്ക് എന്ന് വിചാരിക്കുക. ഈ ഫസ്റ്റ് സർക്കിള്, അതിനകത്ത് നമുക്ക് നമ്മുടെ ഹോസ്റ്റ് ഇരിപ്പുണ്ട്, കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ഹോസ്റ്റ് ഇരിപ്പുണ്ടായിരിക്കും. അതിലെ ഒരു പ്രോസസ്സ് ആയിട്ടായിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നത്? ഒരു പ്രോസസ്സ് ആയിട്ടായിരിക്കും അത് എന്ത് ചെയ്യുക? ഫർദർ ഇനി എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ കൺസിഡർ ചെയ്യുക. സോ ആദ്യം തന്നെ നമുക്കിപ്പോൾ സപ്പോസ് www.google.com, നമുക്ക് ഈ സെർവർ, ഗൂഗിൾ കിടക്കുന്ന ഈ ഒരു സെർവർ നമുക്ക് ആക്സസ് ചെയ്ത് അതിന് കുറച്ച് ഡേറ്റ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള IP അഡ്രസ്സ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. സോ ഈ നമ്മൾ കൊടുക്കുന്ന ഡൊമൈൻ നെയിം നമുക്ക് റിസോൾവ് ചെയ്ത് തരാനായിട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ ഒരു DNS സെർവർ ഉണ്ടായിരിക്കും, ഡൊമൈൻ നെയിം സെർവർ ഉണ്ടായിരിക്കും. ഈ ഡൊമൈൻ നെയിം സെർവർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മുടെ നെറ്റ്വർക്കിനകത്ത് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ചങ്ങാതിയാണ് നമ്മുടെ IP അഡ്രസ്സ് നമുക്ക് ഈ ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്ത് നമുക്ക് തരുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള ഒരു നെറ്റ്വർക്ക് ആയിരിക്കും. www.google.com എന്നും പറഞ്ഞ് നമ്മളൊരു എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ, സെർച്ച് ചെയ്യാനുള്ള റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ അതിന് ആക്സസ് ചെയ്യേണ്ടി വരിക മേ ബി ചിലപ്പോൾ കാലിഫോർണിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിമോട്ട് ലൊക്കേഷനിലുള്ള, അതും എന്താ പറയുക കോണ്ടിനെന്റൽ, അതായത് ഏഷ്യക്കകത്ത് തന്നെയുള്ള ഒരു നെറ്റ്വർക്കിൽ നിന്ന് ആവണമെന്നില്ല, ഔട്ട് ഓഫ് ഏഷ്യ, നമ്മുടെ കോണ്ടിനെന്റിന് പുറത്തുള്ള നെറ്റ്വർക്കിൽ നിന്നായിരിക്കും നമുക്ക് കണ്ടന്റ് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്ക് വേണ്ട ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം? വേറൊരു നെറ്റ്വർക്കിൽ, വേറെ എവിടെയോ ഒരു കിടക്കുന്ന ഒരു നെറ്റ്വർക്കിലെ സിസ്റ്റത്തിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ whenever I make a request from my network, what happens is my DNS server, which is provided by my internet service provider, what it does, it resolves my IP address and sends my request to the other server which is in the other network somewhere in the world. എന്ത് ചെയ്യും? അത് സെൻഡ് ചെയ്യും. സോ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഈ നെറ്റ്വർക്ക്സ് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? സോ ദർ വിൽ ബി എ നെറ്റ്വർക്ക് ഐഡന്റിഫിക്കേഷൻ വേണം. എൻ്റെ നെറ്റ്വർക്ക് ഇതാണ്, ഞാൻ അന്വേഷിക്കുന്ന നെറ്റ്വർക്ക് ഇതാണ് എന്ന് ആർക്ക് മനസ്സിലാവണം? സിസ്റ്റത്തിന് മനസ്സിലാവണ്ടേ? സോ ഫസ്റ്റ് ആ ഒരു നെറ്റ്വർക്ക് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കുക. വൺസ് ഇറ്റ് ഐഡന്റിഫൈസ് ദ നെറ്റ്വർക്ക്, then what it has to identify, host ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കണം, വേണ്ടേ? ഇതിനകത്ത് ഇതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ്, ഞാൻ റിക്വസ്റ്റ് അയക്കുന്നത് ഇങ്ങോട്ടേക്കാണ് എങ്കിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ ഒരു സിസ്റ്റം കാണുമായിരിക്കും ഇല്ലേ? അത് ഇന്ന നെറ്റ്വർക്കിലെ ഇന്ന ഹോസ്റ്റ് ആണ് എന്ന് എങ്ങനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? ഹോസ്റ്റ് മാത്രം ഐഡന്റിഫൈ ചെയ്താൽ മതിയോ? അതിനകത്ത് നിന്ന് എനിക്ക് കറസ്പോണ്ടിങ് പ്രോസസ്സും എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്ത് കിട്ടണം. സോ ശരിക്കും പറഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ IP അഡ്രസ്സ് അതെന്ന് പറയുന്നത് നമുക്ക് ഈ ഡൊമൈൻ നെയിം റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അഡ്രസ് ആണ്. ആ IP അഡ്രസ്സിനകത്ത് എന്ത് വേണം? ഏത് നെറ്റ്വർക്കിനകത്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റം കിടക്കുന്നത്, അതുപോലെ തന്നെ എൻ്റെ ഹോസ്റ്റ് ഏതാണ് എന്നുള്ളത്, ഇത് രണ്ടും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം.
ഓക്കെ. സോ എൻ്റെ IP അഡ്രസ് എന്ന് പറയുന്ന ചങ്ങാതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇറ്റ് വിൽ ഹാവ് എ നെറ്റ്വർക്ക് ID ആസ് വെൽ ആസ് എ ഹോസ്റ്റ് ID. ഇതിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരും. IP അഡ്രസ്സിങ് ചെയ്യാനായിട്ട് നമുക്ക് 2 തരത്തിലുള്ള IP അഡ്രസ്സസ് അവൈലബിൾ ആണ്. 2 വേർഷൻസ് അവൈലബിൾ ആണ്. IPv4ഉം IPv6ഉം നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. ഇപ്പം IPv4 ആണ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ്സ് അഡ്രസ് ആണ്. 32 IP അഡ്രസ്സിന്റെ സൈസ് നൗഡേയ്സ് ഇറ്റ്സ് 32 ബിറ്റ്സ്, 4 ബൈറ്റ്സ് ലോങ് ആണിത്. ഇത് നമ്മൾ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഈ 4 ബൈറ്റ്സ് എന്ത് ചെയ്യും? ഫസ്റ്റ് ബൈറ്റ് ഡോട്ട്, സെക്കൻഡ് ബൈറ്റ് ഡോട്ട്, ദെൻ തേർഡ് ബൈറ്റ് ഡോട്ട്, ഫോർത്ത് ബൈറ്റ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ IPv4 അഡ്രസ് ഫോർമാറ്റ്. അത് ഹ്യൂമൻ റീഡബിൾ ആയിരിക്കണമല്ലോ. സിസ്റ്റം ഇതിനെ ബൈനറി വാല്യൂസ് ആയിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓഫ് കോഴ്സ് നമുക്ക് അത് ബൈനറി വാല്യൂസ് ആയി തന്നാൽ ചെയ്യാം, പക്ഷെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ സാധിക്കും. ബട്ട് ഇറ്റ് ടേക്സ് ടൈം. സോ വി പ്രിഫർ ഡെസിമൽ വാല്യൂസ്, കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂസ്. സോ അതുകൊണ്ട് തന്നെയാണ് ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷനിൽ നമ്മൾ IPv4 അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ആദ്യത്തെ 8 ബിറ്റ്, അതായത് 1 ബൈറ്റ് ഒരൊറ്റ എന്ത് ചെയ്യും? ഒരു ഡെസിമൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. ദെൻ ഒരു ഡോട്ട് പ്ലേസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡെസിമൽ വാല്യൂ ഡോട്ട് പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡെസിമൽ വാല്യൂ ആൻഡ് ദെൻ ഡോട്ട്, ദെൻ നെക്സ്റ്റ് ഡെസിമൽ വാല്യൂ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ IPv4 അഡ്രസ് ഫോർമാറ്റ് വരുന്നത്. ഓക്കെ. ഇവിടെ മറക്കരുതാത്ത പോയിന്റ്സ്, IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ് അഡ്രസ് ആണ്. ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ 32 ബിറ്റ് അഡ്രസ്സിനെ നമ്മൾ 4 ചങ്ക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചങ്കിന്റെയും സൈസ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആയിരിക്കും. അതുവഴി നമുക്ക് റീഡബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ IP അഡ്രസ്സിന് 2 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നെറ്റ്വർക്ക് IDയും മറ്റത് ഹോസ്റ്റ് IDയും. ഇവിടെ പറഞ്ഞ കാര്യം. IPv4 അഡ്രസ്സിംഗിൽ തന്നെ 2 ടൈപ്പ് അഡ്രസ്സിംഗ് വരുന്നുണ്ട്. ക്ലാസ്ഫുൾ അഡ്രസ്സസും ക്ലാസ്ലെസ് അഡ്രസ്സസും. അതിൽ ക്ലാസ്ഫുൾ IP അഡ്രസ്സിംഗ് നമുക്ക് നോക്കാം. ക്ലാസ്ഫുൾ IP അഡ്രസ്സിംഗിൽ നമുക്ക് 5 ടൈപ്സ് ഓഫ് ക്ലാസ്സസ് ആണ് വരുന്നത്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D ആൻഡ് ക്ലാസ് E. നമ്മൾ പറഞ്ഞല്ലോ IP അഡ്രസ്സിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? നെറ്റ്വർക്ക് ID ആയിട്ടും ഹോസ്റ്റ് ID ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നെറ്റ്വർക്ക് ID എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കണ്ടിരുന്നില്ലേ? അതായത് ഏത് നെറ്റ്വർക്കിനകത്താണ് നമ്മുടെ ഹോസ്റ്റ് കിടക്കുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ എന്ത് ചെയ്തു? ഒരു പാർട്ട് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്തായിരിക്കും? നെറ്റ്വർക്ക് ID ആയിരിക്കും. ആ നെറ്റ്വർക്കിനകത്ത് എന്തുണ്ടായിരിക്കും? എൻ്റെ ഹോസ്റ്റിന് ഒരു ID കാണും. ആ ഹോസ്റ്റ് ID ആയിരിക്കും റിമൈനിങ് ബിറ്റ്സ് വെച്ചിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്റെ IP അഡ്രസ് 32 ബിറ്റ്സ് ആണെങ്കിൽ അതില് K ബിറ്റ്സ് നെറ്റ്വർക്ക് ID ആയിരിക്കും. 32 മൈനസ് K ബിറ്റ്സ് എന്തായിരിക്കും? ഹോസ്റ്റ് ID ആയിരിക്കും. ഓക്കെ. സോ ഏർലിയർ എന്ത് ചെയ്തു വെച്ചാല് ഒരുപാട് ഡിവൈസസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വെരി ഫ്യൂ ഡിവൈസസേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നെറ്റ്വർക്ക് ID മതിയായിരുന്നു. കുറച്ച് നെറ്റ്വർക്ക്സേ ത്രൂ ഔട്ട് വേൾഡ് ഉണ്ടായിരുന്നുള്ളൂ. സോ 8 ബിറ്റ്സ് വെച്ചിട്ട്, അതായത് 1 ബൈറ്റ് വെച്ചിട്ട് അത്രയും പോസിബിൾ നെറ്റ്വർക്ക് IDസേ അവൈലബിൾ ആയിരുന്നുള്ളൂ ഏർലിയർ. ആ 8 ബിറ്റ്സ് നെറ്റ്വർക്ക് IDക്കും റിമൈനിങ് 24 അല്ലേ, 24 ബിറ്റ്സ് ഹോസ്റ്റ് IDക്കും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. സോ ഈ തരത്തിൽ നമുക്ക് IP അഡ്രസ്സിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വാസ് കമ്മിങ് അണ്ടർ ക്ലാസ് A. ഇൻ കേസ് നെറ്റ്വർക്ക് ID എന്ന് പറയുന്നത് 8+8 16 ബിറ്റ്സും അതുപോലെ തന്നെ ഹോസ്റ്റ് IDയും 16 ബിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ദിസ് കംസ് അണ്ടർ ക്ലാസ് B. ലേറ്റർ എന്ത് ചെയ്തു? നെറ്റ്വർക്ക് IDസിന്റെ എണ്ണം പിന്നെയും കൂടി 3 into 8 ആയി 24 ബിറ്റ്സ്. ഹോസ്റ്റ് ID എന്ന് പറയുന്നത് 8 ബിറ്റ് ആയി തീർന്നു. ഇത് ക്ലാസ് സിയിലാണ് വരുന്നത്. ദെൻ ക്ലാസ് ഡിയും ക്ലാസ് ഇയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? നെറ്റ്വർക്ക് ID ആൻഡ് ഹോസ്റ്റ് ID ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടില്ല. എക്സെപ്ഷണൽ കേസസ് ആണ്. നെറ്റ്വർക്ക് ID ഹോസ്റ്റ് ID ഇതിനകത്തില്ല. ഇൻസ്റ്റഡ് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടി കാസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ക്ലാസ് സി ഇറ്റ് വാസ് റിസർവ്ഡ് ആണിത്. ഓക്കെ. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ക്ലാസ്സും എടുത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഫസ്റ്റ് വരുന്നത് ക്ലാസ് എ. നമുക്കറിയാം
IP അഡ്രസ് എന്ന് പറയുമ്പോൾ IPv4 ആണ് പഠിക്കുന്നത്. അപ്പൊ 32 ബിറ്റ്സ് ലോങ് ആണ്. അതിൽ ഫസ്റ്റ് 8 ബിറ്റ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ID ആണ് ക്ലാസ് എയുടെ. റിമൈനിങ് വരുന്നതാണ് എന്ത്, ഹോസ്റ്റ് ID ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഹോസ്റ്റ് ID, ദിസ് ഇസ് നെറ്റ്വർക്ക് ID. ക്ലാസ് എയിലെ നെറ്റ്വർക്ക് ID പാർട്ടിലെ ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. അപ്പൊ നോക്കൂ, നമുക്ക് റിമൈനിങ് 7 ബിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നെറ്റ്വർക്ക് ID പാർട്ടിന്റെ ഈ 7 ബിറ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഈ ഒരു നെറ്റ്വർക്ക് IDന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0, ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. റിമൈനിങ് 7 ബിറ്റ്സ് 0 0 0 0 0 0 2 4 6 1 7 0 2 ഏതുവരെ ആയി തീർന്നു, ഇങ്ങനെ പോയി ഇതിങ്ങനെ പോയിട്ട് ഫസ്റ്റ് ബിറ്റ് 0 തന്നെയാണ്. 1 1 1 1 1 1 1 7 വൺസ് അല്ലെ, 2 4 6 1 7 7 വൺസ്. ഇത്രയായിരിക്കും എന്ത്, ഇത്രയും നെറ്റ്വർക്ക് IDs ആണ് നമുക്ക് ക്ലാസ് എക്ക് അകത്ത് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അതായത് എ ടോട്ടൽ ഓഫ് 2 power 7 നെറ്റ്വർക്ക്സ്, 2 power 7 നെറ്റ്വർക്ക്സ് പോസിബിൾ ആണ്. 2 power 24 ഹോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 2 power 24 ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ അറൌണ്ട് 16 മില്യൺ IPs പെർ നെറ്റ്വർക്ക് വരുവേ. ഒരു നെറ്റ്വർക്കിൽ 16 മില്യൺ വരെ ഹോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ഓൾ ഓവർ ദ വേൾഡ് 2 power 7 നെറ്റ്വർക്ക്സേ പോസിബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന 00, ഈ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഈ രണ്ട് IPs യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഈ ഫസ്റ്റ് 8 ബിറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ, നെറ്റ്വർക്ക് ID പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫസ്റ്റ് സിസ്റ്റം ഫുൾ സീറോസ് വരുന്നത് വി കനോട്ട് യൂസ് ദിസ്. ഓൾസോ വി കനോട്ട് യൂസ് ദ ലാസ്റ്റ് വൺ ആസ് വെൽ. സോ ദ നെറ്റ്വർക്ക് IDയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0 0 ഫുൾ സീറോസ് പറ്റില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഏതായിരിക്കും, 0 0 0 0 0 0 0 1 ആയിരിക്കും. സോ 1 2 ഈ വാല്യൂ എത്രയായിരിക്കും, ഇത് 127 ആണ്. 7 വൺസ് വന്നു കഴിഞ്ഞാൽ 127 ആണ്. സോ 126 വരെ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, 126 വരെയുള്ള സിസ്റ്റംസ് എനിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ റേഞ്ച് ഓഫ് നെറ്റ്വർക്ക് IDs എന്ന് പറയുന്നത് ഇതിനകത്ത് എത്രയായിരിക്കും, 1 to 126 വരെ ആയിരിക്കും. ഈ ഫുൾ സീറോസ് വരുമ്പോഴും ഫുൾ വൺസ് വരുമ്പോഴും ഉള്ള സ്പെഷ്യൽ കേസസ് ഉണ്ട്, ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. അത് സ്പെഷ്യൽ പർപ്പസിനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോ അത് അവോയ്ഡ് ചെയ്തിട്ട് റിമൈനിങ് IDs മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസ് എ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞെന്ന് വെച്ചാല്, നമുക്ക് 32 ബിറ്റ്സ് ലോങ് IP അഡ്രസ് ആണ്. ഫസ്റ്റ് ബിറ്റിനെ ബേസ് ചെയ്തിട്ട് IP അഡ്രസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. സോ ഒരു ബിറ്റ് എക്സ്ക്ലൂഡ് ചെയ്തു, എന്നിട്ട് റിമൈനിങ് 31 ബിറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IP അഡ്രസ്സിനെ ക്ലാസിഫൈ ചെയ്തത്. സോ എ ടോട്ടൽ ഓഫ് 2 power 32 നമുക്ക് എന്ത് കിട്ടും, കോമ്പിനേഷൻസ് ഇതിനകത്ത് കിട്ടും. പക്ഷെ ഫസ്റ്റ് ബിറ്റ് നമ്മൾ എന്താക്കി വെച്ചിരിക്കുന്നത്, 0 ആക്കി വെച്ചിരിക്കുകയാണ്. 0 ആക്കി വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാല് ക്ലാസ് എയില് നമുക്ക് എന്ത് കിട്ടും, ഇതിങ്ങനെ 0 0 0 ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് 1 1 1 എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. സോ ഈ സീറോസ് മാത്രം വരുന്ന വാല്യൂ അപ് ടു 31 വൺസ് വരെ വരും അല്ലേ. വരുന്ന വാല്യൂസും അത് കഴിഞ്ഞ് അഗെയിൻ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുകയെ ദെൻ നമ്മളിങ്ങനെ പോയി എന്ത് ചെയ്യും, പോയി ഫുള്ള് വൺസ് ആവുന്നത് വരെയുള്ള വാല്യൂ. അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബിറ്റ് 0 ആയി വരുന്നതാണ് നമ്മൾ ക്ലാസ് എ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിൽ നമുക്ക് 2 power
31 കോമ്പിനേഷൻസ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഒരു ബിറ്റ് 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ റിമൈനിങ് 31 ബിറ്റ്സ് അല്ലേ നമ്മുടെ IP അഡ്രസ്സിലുള്ളത്. സോ ഈ 2 പവർ 31 അവൈലബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻസിനെ നമ്മൾ ക്ലാസ് എയിലോട്ട് ഇട്ടു. ഇനി റിമൈനിങ് കോമ്പിനേഷൻസ് എത്ര വരും നമുക്ക്? അഗെയിൻ ഇവിടെ 2 പവർ 31 കോമ്പിനേഷൻസ് വരുമല്ലോ. ഈ 2 പവർ 31 കോമ്പിനേഷൻസിനെ നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുകയാണ്? അതിലെ ഫസ്റ്റ് ബിറ്റ് നിങ്ങൾ കണ്ടു, സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 പവർ 31 കോമ്പിനേഷൻസിനെ അഗെയിൻ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്തത്. ഫസ്റ്റ് ബിറ്റും സെക്കൻഡ് ബിറ്റും കൺസിഡർ ചെയ്തിട്ട് I'll show you in the next page. ഫസ്റ്റ് ബിറ്റും സെക്കൻഡ് ബിറ്റും 1 0 എന്ന് പറയുന്ന കോമ്പിനേഷൻ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? നമുക്കറിയാം 32 ബിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. അതില് 1 0 വരുന്നതിന് ഒരു പാർട്ടാക്കിയിട്ടും ദെൻ 1 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നെക്സ്റ്റ് പാർട്ടായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. അതായത് ഇതൊരു ബിറ്റ് രണ്ടാമത്തെ ബിറ്റ് അല്ലേ ഇത്. റിമൈനിങ് എത്ര ബിറ്റ്സ് കാണും നമുക്ക്? 30 ബിറ്റ്സേ കാണുള്ളൂ. സോ 2 പവർ 30 കോമ്പിനേഷൻസ് നമുക്ക് ക്ലാസ് ബിക്കകത്ത് കാണും. ഈ രണ്ടാമത്തെ ബിറ്റ് 1 ആക്കിയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു? നെക്സ്റ്റ് റിമൈനിങ് സെറ്റ് ഓഫ് കോമ്പിനേഷൻസിന് വേണ്ടിയിട്ട് ഇതിനകത്തും 2 പവർ 30 കോമ്പിനേഷൻസ് തന്നെയാണ് വരിക. ഇത് നമ്മൾ ക്ലാസ് സിക്ക് വേണ്ടി അങ്ങോട്ട് എടുത്ത് ഉപയോഗിച്ചു. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഒറ്റ ബിറ്റ് എടുത്തു. ഫസ്റ്റ് ബിറ്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? ആ ഫസ്റ്റ് ബിറ്റിനെ സീറോസ് ആക്കി മാറ്റിയിട്ട് ആ സീറോസ് ഫസ്റ്റ് പ്രിഫിക്സ് ആയിട്ട് വരുന്ന രീതിയിൽ 2 പവർ 31 കോമ്പിനേഷൻസ് നമുക്ക് കിട്ടും. അതിനെ മൊത്തത്തിൽ അങ്ങ് ക്ലാസ് എയിലാക്കി വെച്ചു. ദെൻ ഫസ്റ്റ് ബിറ്റ് 1 ആക്കുവാണെങ്കിൽ വരുന്ന കോമ്പിനേഷൻസ് എത്രയുണ്ട് നമുക്ക്? 2 പവർ 31 കോമ്പിനേഷൻസ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് ബിയിലോട്ടുള്ള കോമ്പിനേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ്. അതിലെ സെക്കൻഡ് ബിറ്റ് നമ്മൾ എന്ത് ചെയ്തു? 0 ആയിട്ട് സെറ്റ് ചെയ്യുന്ന എല്ലാ കോമ്പിനേഷൻസും. സോ ഇങ്ങനെ പറയാം, ഫസ്റ്റ് ബിറ്റ് 1ഉം 32 ബിറ്റ്സിലെ ഫസ്റ്റ് ബിറ്റ് 1ഉം സെക്കൻഡ് ബിറ്റ് 0യും വരുന്ന എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ക്ലാസ് ബി ആണെന്ന് അങ്ങ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചു. റിമൈനിങ് 2 പവർ 30 കോമ്പിനേഷൻസ് ക്ലാസ് സിയിലോട്ട് വേണ്ടിയിട്ട് ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ തൊടാൻ പോകുന്നില്ല. ഇപ്പൊ ക്ലാസ് ബിയില് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഏർലിയർ തന്നെ നമ്മളൊരു സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ് ബിക്ക് അകത്ത് നെറ്റ്വർക്ക് ID 16 ബിറ്റ്സും ഹോസ്റ്റ് ID 16 ബിറ്റ്സും ആണ് എന്നുള്ളത്. സോ ക്ലാസ് എക്ക് അകത്ത് നമ്മൾ നെറ്റ്വർക്ക് ID പാർട്ടിൽ 8 ബിറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും ഓൾവേസ്. സോ 0 പിന്നെ വരുന്ന കോമ്പിനേഷൻസ് വെച്ച് നമ്മൾ നെറ്റ്വർക്ക് IDയുടെ കോമ്പിനേഷൻ മനസ്സിലാക്കി 1 to 126 വരെയാണ് എന്നുള്ളത്. 0യും 127ഉം നമ്മൾ എന്ത് ചെയ്തു? സിമ്പിൾ ആയിട്ട് അങ്ങ് മാറ്റി വെച്ചു. കാരണം those two have special purposes which we will be discussing later. Then 2 പവർ 24 ഹോസ്റ്റുകൾ നമുക്ക് ഇതിനകത്ത് ക്ലാസ് എക്ക് അകത്ത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എക്സാക്ട്ലി 2 പവർ 24 ഹോസ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കോ? ഇല്ല. കാരണം 2 എണ്ണം അതൊന്ന് നമ്മൾ എടുത്ത് മാറ്റേണ്ടി വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 പവർ 23 അല്ലേ കിട്ടുക. ഇത്രയും ഹോസ്റ്റുകളായിരിക്കും പ്രാക്ടിക്കലി നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെക്കണേ. ദെൻ നമ്മൾ ക്ലാസ് ബിയിലേക്ക് വന്നു. ക്ലാസ് ബിയിൽ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ് എയിൽ തന്നെ നമ്മൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ ആ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ത് ചെയ്തു? ഫ്യൂച്ചർ യൂസിന് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചു. എത്ര? 2 പവർ 31 കോമ്പിനേഷൻസ് ഇൻ വിച്ച് ദ ഫസ്റ്റ് ബിറ്റ് ഇസ് സെറ്റ് ടു 1. ആ 2 പവർ 31ലെ എന്ത് ചെയ്തു? ഫസ്റ്റ് 2 ബിറ്റ്സ് കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ബിറ്റ് 1 ആയിരിക്കണം. ഓക്കെ, അത് ഓഫ് കോഴ്സ് 1 ആയിരിക്കും. ദെൻ സെക്കൻഡ് ബിറ്റ് 0യും ആയിരിക്കണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു വെച്ചു. അങ്ങനെ ആയിരിക്കും ക്ലാസ് ബിക്കകത്തുള്ള എല്ലാ കോമ്പിനേഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. റിമൈനിങ് അതായത് 1 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതു മുതലാണോ അത് തുടങ്ങി അങ്ങോട്ട് നമ്മൾ ഫ്യൂച്ചർ യൂസിന് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് 2 പവർ 30 കോമ്പിനേഷൻസ് ക്ലാസ് ബിക്ക് അകത്ത് കാണും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ID നമുക്കറിയാം 16 ബിറ്റ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഈ 2 ബിറ്റ്സും കൂടെ
എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 ബിറ്റ്സ് 14 ബിറ്റ്സ് വരും. ഹോസ്റ്റ് ഐ ഡി എക്സാക്ട്ലി 16 ബിറ്റ്സ് വരും അല്ലെ. നെറ്റ്വർക്ക് ഐ ഡി നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റില്ലേ? അതായത് നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും 10. അത് കഴിഞ്ഞ് 1 2 3 4 5 6 അങ്ങനെ എത്ര ബിറ്റ്സ് കാണും നമുക്ക്? 60 അങ്ങനെ 14 ബിറ്റ്സ് അല്ലെ. കാരണം 14 ബിറ്റ്സ് ആണ് റിമൈനിങ് ഇവിടെ വരുന്നുണ്ടായിരിക്കുക. 14 സീറോസ് പ്ലേസ് ചെയ്യുക അല്ലെ. അത് മുതല് 10 14 വൺസ് വരുന്നത് വരെ അല്ലെ. അത്രയും കോമ്പിനേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അത്രയും നമ്പർ ഓഫ് നെറ്റ്വർക്ക് ഐ ഡിസ് നമുക്ക് ക്ലാസ് ബിയിൽ കിട്ടും. അതായത് ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെ നമുക്ക് കിട്ടാം 10 എന്നുള്ളത് എന്താണ്? അത് ചേഞ്ച് ആവാൻ പോണില്ല, അത് സ്റ്റാറ്റിക് ആണ്. അപ്പൊ റിമൈനിങ് നമുക്ക് 14 ബിറ്റ്സ് ആണുള്ളത്. സോ വി ക്യാൻ സേ ദാറ്റ് 2 പവർ 14 നെറ്റ്വർക്ക്സ് നമുക്ക് ക്ലാസ് ബിയിൽ അവൈലബിൾ ആയിരിക്കും. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 16K നെറ്റ്വർക്ക്സ് കേട്ടോ. സോ 2 പവർ 14 നെറ്റ്വർക്ക്സ് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ ക്ലാസ് എയുടെ റേഞ്ച് നമ്മൾ പറഞ്ഞു 1 to 126 വരെ ആയിരിക്കും എന്ന് പറഞ്ഞു. ക്ലാസ് ബി എന്ന് പറയുന്നതിന്റെ റേഞ്ച് എങ്ങനെയായിരിക്കും വരിക? ക്ലാസ് എയില് 127 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വെരി നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 128 അല്ലേ? യെസ്, 128. ഏത് വരെ നമുക്ക് പോസിബിൾ ആയിരിക്കും? 191 വരെ പോസിബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നുന്നു എന്താണ് നമ്മള് ഇവിടെ പറഞ്ഞത് 14 ബിറ്റ്സിന്റെ കേസ് അല്ലേ പറഞ്ഞത്. അപ്പൊ എങ്ങനെ 14 ബിറ്റ്സും 1 ആക്കി കഴിഞ്ഞാൽ എങ്ങനെ 191 എന്ന് വരാന്ന്? സി, നമ്മൾ ഐ പി അഡ്രസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. വിച്ച് മീൻസ് 8 ബിറ്റ്സ് ലോങ്ങില് നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്തൊരു ഡോട്ട് പ്ലേസ് ചെയ്യും. സോ വൈൽ നമ്പറിംഗ് നെറ്റ്വർക്ക്സ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ 8 ബിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. റിമൈനിങ് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇറ്റ്സ് റേഞ്ച് ഇസ് ഫ്രം 128 to 191. ലാസ്റ്റ് ഫുൾ വൺസ് വരുന്ന 10 കഴിഞ്ഞിട്ട് ബാക്കി റിമൈനിങ് 6 ബിറ്റ്സ് അല്ലേ എനിക്ക് വരിക. അപ്പൊ 8 ബിറ്റ് ആവില്ല. അങ്ങനെ 8 ബിറ്റ് ഞാൻ 1 ആക്കി ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 191 ആയിരിക്കും. സോ ദ റേഞ്ച് ഓഫ് ക്ലാസ് ബി എന്ന് പറയുന്നത് 128 to 191 ആയിരിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത് ഫുൾ, നെക്സ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് ഫുൾ 8 സീറോസും വരുന്നത് ഉണ്ടായിരിക്കും, 8 വൺസും വരുന്നത് ഉണ്ടായിരിക്കും. സോ സെക്കൻഡ് ബൈറ്റ് എനിക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 0 to 255 വരെയുള്ള വാല്യൂസ് കിട്ടും. 8 സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0, 8 വൺസ് എന്ന് പറഞ്ഞാൽ 255 ആണ്. സോ 0 to 255 വരെ ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. But the range of first byte will be 128 to 191. Okay. സോ നമുക്കൊരു ഐ പി തരുമ്പോൾ 128 അല്ലെങ്കിൽ 191 അതിനിടയിലുള്ള വാല്യൂ അല്ലെങ്കിൽ ആ വാല്യൂ തരുവാണെങ്കിൽ അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം ആ തന്നിട്ടുള്ള ഐ പി എന്ന് പറയുന്നത് ക്ലാസ് ബിക്ക് അകത്ത് പെടുന്നതാണ് എന്നുള്ളത്. ഇൻ കേസ് ദ ഗിവൺ ഐ പിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 1 to 126 അപ്പൊ മനസ്സിലാക്കിക്കൊള്ളണം അത് ക്ലാസ് എക്ക് അകത്തുള്ള ഐ പി അഡ്രസ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ നമ്പർ ഓഫ് ഹോസ്റ്റ്. നമ്പർ ഓഫ് ഹോസ്റ്റ് എത്രയായിരിക്കും? 2 power 16 അല്ലെ. പിന്നെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത്, ഇതിലെ ആദ്യത്തെ ഐ പിയും അവസാനത്തെ ഐ പിയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. സോ ഒരു 2 സിസ്റ്റംസ് ഇതിന്ന് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതായിരിക്കും വരും. സോ 2 power 16 മൈനസ് 2 ഹോസ്റ്റ് മാത്രമേ നമ്മൾ ക്ലാസ് ബിക്ക് അകത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. നൗ കമ്മിങ് ടു ക്ലാസ് സി. ക്ലാസ് സിക്ക് അകത്ത് നമ്മള് ക്ലാസ് എക്ക് അകത്തുനിന്ന് നമ്മള് ഫസ്റ്റ് ബിറ്റ് 1 വരുന്ന കോമ്പിനേഷൻസ് 2 power 31 കോമ്പിനേഷൻസ് എടുത്തു. അതിൽ നിന്നാണ് എന്ത് ക്ലാസ് ബി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസ് സിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ബിറ്റ് 1, സെക്കൻഡ് ബിറ്റും 1 വരുന്ന 2 power 30 കോമ്പിനേഷൻസിലാണ് നമ്മൾ ക്ലാസ് സി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലാസ് സി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ബിറ്റ്, ഫസ്റ്റ് 2 ബിറ്റ്സ് എന്തായിട്ട് നമ്മൾ എടുക്കും? 1 1 ആയി എടുക്കും. ദെൻ നെക്സ്റ്റ് ബിറ്റ് 0 ആയിട്ട് എടുക്കും. ഓക്കെ, സോ 1 1 0. റിമൈനിങ് എനിക്ക് എത്ര ബിറ്റ്സ് കാണും? 32 ബിറ്റ്സ് ആണ് എന്റെ ഐ പി എന്ന് പറയുന്നത്. -3 ചെയ്ത് കഴിഞ്ഞാൽ 29 അല്ലേ വരുന്നത്. സോ 2 power 29 കോമ്പിനേഷൻസ് വിൽ ബി ദർ ഇൻ ക്ലാസ് സി.
ഓക്കെ, ഇനി ഇത് മൊത്തത്തില് 1 ആയി എന്ന് വിചാരിക്കുക. 3 ബിറ്റ്സും 1 ആയിട്ട് വരുന്ന കോമ്പിനേഷൻ, അതും 2 power 29 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. ഐ എം റിസർവിംഗ് ദിസ് ഫോർ മൈ ഫ്യൂച്ചർ യൂസ്. സോ 110 എന്നായിരിക്കും എന്ത് പ്രിഫിക്സ് ക്ലാസ് സിക്കകത്ത് വരുന്ന ഏതൊരു സിസ്റ്റത്തിന്റെയും. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 110 എന്നിട്ട് ഞാൻ നെക്സ്റ്റ് 5 ബിറ്റ്സ് 3 4 5 ബിറ്റ്സ് എടുക്കുന്നു. 5 ബിറ്റ്സ് കാരണം 8 ബിറ്റ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എന്റെ ഫസ്റ്റ് ബൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ റേഞ്ച് പറയാൻ പോകുന്നത്. സോ എന്റെ ഫസ്റ്റ് നെറ്റ്വർക്ക് ഐ ഡി ഇതിനകത്ത് എത്ര ബിറ്റാ വരുന്നത്, 24 ബിറ്റ്സ് വരും. ഫസ്റ്റ് 3 ബിറ്റ്സ് എന്താണ്, പ്രീ ഡിഫൈൻഡ് ആണ്. സോ റിമൈനിങ് 5 ബിറ്റ്സ് 00 ഫുൾ സീറോസ് ആയിരിക്കും. അങ്ങനെ പോയി എന്ത് ചെയ്യും, 110 ദെൻ 11111 ഇതില് എൻഡ് ചെയ്യും അല്ലെ. ഇതിൽ എൻഡ് ചെയ്യും. ദെൻ എനിക്ക് ക്ലാസ് സിയുടെ റേഞ്ച് പറഞ്ഞൂടെ, അതായത് നേരത്തെ നമ്മൾ 191 സ്റ്റോപ്പ് ചെയ്തതെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 192. സോ 192 193 അങ്ങനെ ഏതുവരെ പോകും, ഫുൾ വൺസ് ആവുകയാണെങ്കിൽ ദിസ് വാല്യൂ വിൽ ബി 223. സോ ദ റേഞ്ച് ഓഫ് ക്ലാസ് സി വിൽ ബി 192 to 223. And how much will be the number of network IDs available in class C? 2 power 21 അല്ലെ. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 million networks. And see എത്ര നമ്പർ ഓഫ് ഹോസ്റ്റുകൾ പോസിബിൾ ആണ്, 2 power 8. 2 power 8 IPs പെർ നെറ്റ്വർക്ക് നമുക്ക് പോസിബിൾ ആണ്. ബട്ട് നമ്മൾ അതിൽ നിന്ന് 2 കുറയ്ക്കും. അപ്പൊ എത്രയാ, 2 power 7 അല്ലേ വരുന്നത്. 2 power 7 ഹോസ്റ്റുകളെ നമുക്ക് ശരിക്കും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ ഇതിനകത്ത്. കാരണം ആ 2 സ്പെഷ്യൽ പർപ്പസ് ഉള്ള IDs ഇതിനകത്ത് പെടും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുന്നു. ഇനി ഇവിടെ റിമൈനിങ് എങ്ങനെയാണ്, നമ്മൾ 2 power 29 കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് 3 ബിറ്റ്സും 1 ആയിട്ട് വരുന്ന രീതിയിൽ അത് ഞാൻ ക്ലാസ് ഡിയിലോട്ട് എടുത്ത് ഫസ്റ്റ് 4 ബിറ്റ്സ് എന്താക്കിയിട്ട് സെറ്റ് ചെയ്തു, 111 ദെൻ 0 വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു. റിമൈനിങ് 28 ബിറ്റ്സ് അത്രയും ഹോസ്റ്റും പോസിബിൾ ആണ്. ഇതിനകത്ത് ഞാൻ ഹോസ്റ്റ് നെറ്റ്വർക്ക് ഐ ഡി ഹോസ്റ്റ് ഐ ഡി ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തില്ല. ക്ലാസ് ഡി എന്ന് പറയുന്നത് ഞാൻ മൾട്ടി കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് 4 ബിറ്റ്സ് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. So the range will be 224 to 239. ഈ റേഞ്ച് ഒന്ന് പഠിച്ചു വെക്കണം ഇതിനകത്ത് കേട്ടോ. ക്ലാസ് ഡിക്കകത്ത് ഈ ഒരു ബിറ്റ് എനിക്ക് വേണമെങ്കിൽ 1 ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ കൺസിഡർ ദിസ് ആസ് ക്ലാസ് ഇ. ഫസ്റ്റ് 4 ബിറ്റ്സ് 1 ആണെങ്കിൽ അത് ക്ലാസ് ഇയിലാണ് വരുന്നുണ്ടായിരിക്കുക. ക്ലാസ് ഇ നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതുവരെ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. സോ ദ റേഞ്ച് വിൽ ബി 240 to 255. ഓക്കെ, സോ ഒരു പോയിന്റ് നിങ്ങൾ ഇതിൽ നോക്കി വെക്കണം. ക്ലാസ് എ ആണെങ്കിൽ 2 power 31 IP അഡ്രസ്സസ് അവൈലബിൾ ആയിരിക്കും. ക്ലാസ് ബിയുടെ കാര്യത്തിൽ 2 power 30 IP അഡ്രസ്സസ് ഉണ്ടായിരിക്കും. ക്ലാസ് സിയിലാണെങ്കിൽ 2 power 29 IP അഡ്രസ്സസ്. ക്ലാസ് ഡിയിലാണെങ്കിലോ 2 power 28 and class E also 2 power 28 IP അഡ്രസ് ആയിരിക്കും. ഓക്കെ, ഇന്റർനെറ്റ് പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ഇൻട്രോയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് തന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് IP അഡ്രസ്സിങ്. IPv4 ഉണ്ട്, 6 ഉണ്ട്. അതിൽ IPv4 തന്നെ വരുന്ന ക്ലാസ് ഫുൾ അഡ്രസ്സിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ഒരു കുറച്ച് അഡ്രസ്സുകൾ IP അഡ്രസ്സസ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വി കനോട്ട് യൂസ് ഇറ്റ് ആസ് എ ഹോസ്റ്റ് ID ഓർ വാട്ട് ഈസ് എ നെറ്റ്വർക്ക് ID. നമ്മൾ 2 എണ്ണം വീതം മാറ്റി വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ സ്പെഷ്യൽ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. സോ ഈ വീഡിയോ നല്ല രീതിയിൽ കണ്ട് മനസ്സിലാക്കി ഇതിനെ നോട്ടും വായിച്ചതിന് ശേഷം മാത്രം നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പൊ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഫോർ നൗ.